നാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമിഴി നീർപ്പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാടെ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാടെ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. കണ്ടില്ലേ, എന്ത് സമാധാനമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു ആ നാളുകൾ. അന്ന് ആരും ജാതി ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഒന്നിച്ചിരുന്നുണ്ടും ഒരു പായയും ഇറങ്ങിയും ഒരമ്മ പറ്റ മക്കളെ പോലെ കഴിഞ്ഞിരുന്ന കാലം. ഭാരത ജനതയ്ക്ക് സ്വാതന്ത്ര്യമെന്നത് ആവേശമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. പക്ഷേ അത് അധിക നാൾ നീണ്ടു നിന്നില്ലേ. കേൾക്കുന്നില്ലേ, മതങ്ങൾക്ക് രാഷ്ട്രീയ പരിവേഷങ്ങൾ നൽകിയ ചിത്രശക്തികൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ആരവങ്ങൾ. അവർ ഉറഞ്ഞു തുള്ളുകയാണ്. വിഷം ചീറ്റുന്ന മാരകാരൂപികൾ ഭാരത ജനതയെ ഒന്നടക്കം വിഷം കുത്തിവെച്ച് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ഉഗ്ര പിശാചുക്കളാണ്. बोलो, अबीर बोलो, जल्दी करो। मुझे नहीं पता, मुझे नहीं पता। नसन एक मुसलमान है। अल्लाह पर चमराने यमकिन काला है, यमकिन काला है, अल्लाह यमकिन काला है। भाई इन्होंने भाई अलीनी असेंटमारी इन्होंने बोलू മിൽക്കവിടെ നിരപരാധികളായ ഇത്രയും മനുഷ്യരെ നിങ്ങൾ ചൊല്ലിയ വേദം ഉരുടാത്തതിന്റെ പേരിൽ നിങ്ങൾ കൊന്നൊടുക്കിയല്ലേ? അല്ല, നമ്മളല്ല കൊന്നത്, പഠിച്ചവരാണ് സത്യം. നമ്മുടെ പേരും പറഞ്ഞു ആരും കരുതിക്കൂട്ടി ചെയ്തതാണ് ഇത് സത്യം. ഈ സ്ത്രീയുടെ സിന്ദൂരം മായ്ച്ചവൻ ആരാണെങ്കിലും അവരെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിച്ചിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ വീണത് ഒന്നല്ല 26 നിരപരാധികളുടെ രക്തമാണ്. ആർക്കു വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ആർക്കും അറിയില്ല. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ വീഴാൻ പോകുന്നതും നിരപരാധികളായ മനുഷ്യരുടെ രക്തം തന്നെയാണ്. ഇവിടെ വീഴേണ്ടത് നിരപരാധികളുടെ രക്തമല്ല, പകരം ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ആട്ടിൻ തോലണിയ ചെന്നായ്ക്കുള്ള രക്തമാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എല്ലാവരും അവനവന്റെ അവകാശവാദങ്ങൾക്ക് വേണ്ടി കൊമ്പ് കോർക്കുകയല്ലേ. അവരെ കൊണ്ടുവാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ മതപരിവർത്തനം നടത്താൻ വന്നവരാണെന്ന്. ഇതാണ് തെളിവ്.
പറയടി, പറയാൻ. ഇതുവരെ നീ ഞങ്ങളുടെ എത്ര ആളുകളെ മതം മാറ്റി? സത്യം പറഞ്ഞേക്കണം. ആ കന്യാസ്ത്രീകൾ നിരപരാധികളാണ്. ഞങ്ങളുടെ വീട്ടുകാരുടെ അനുവാദത്തോടെ അവരുടെ ആശുപത്രിയിൽ ജോലിക്ക് പോകുന്നതാണ്. നിർത്തടി, നീ ഞങ്ങളെ എതിർത്ത് സംസാരിക്കുന്നോടി. ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ 4 പേരെയും ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ പോലീസിനോട് പറയണം, മനസ്സിലായില്ല? ഇല്ല, ഞങ്ങൾ കള്ളം പറയില്ല. നീ പറയും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എഴുതണോ പോലീസ് FIR? ഞങ്ങൾക്ക് വേണ്ടതേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നതിന്റെ തെളിവേ ഞങ്ങളുടെ പക്കലുണ്ട്. ഇനി നീ മതപരിവർത്തനം നടത്തുന്നത് ഇരുമ്പഴിക്കുള്ളിൽ മതി. മാഡം പ്ലീസ്. ഞങ്ങൾ ആരാണെന്ന് അറിയാലോ? എടോ പോലീസേ, നിയമം ഞങ്ങൾ പറയും, നിങ്ങളത് അനുസരിച്ചാ മതി. ഇവർക്ക് 2 പേർക്കും വേണ്ടത് എഴുതി ചേർത്ത് കൊണ്ടുപോയി ഇടടോ. ഇവർ ഇനി പുറം ലോകം കാണരുത്. റോഡരികിൽ കിടക്കുന്ന, കണ്ടാൽ വെറുക്കുകയും തൊട്ടാൽ അറയ്ക്കുകയും ചെയ്യുന്ന കുഷ്ഠരോഗികളെയും മാറാരോഗികളെയും നിരാലംബരെയും ജാതിയോ മതമോ നോക്കാതെ, ലിംഗഭേദമോ വർണ്ണഭേദമോ നോക്കാതെ എന്നെയും നിന്നെയും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണെന്ന വിശ്വാസത്തിൽ സ്വാന്തനമേകി തഴുകി തലോടി ഭക്ഷണവും മരുന്നും നൽകി വിവരവും വിദ്യാഭ്യാസവും നൽകി ജോലി നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതാണോ ഈ ക്രിസ്തുദാസികളായ കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ്? അതിനാണോ ഇവരെ ഈ കാരിരുൻപിൻ കൂട്ടിലടച്ചത്? എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? ഇതാണോ മതസ്വാതന്ത്ര്യമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? തീർന്നില്ല, ഇനിയും പല നാടകങ്ങളും നിങ്ങൾ കാണേണ്ടി വരും. അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കുക. നിരപരാധികളെ ഉടൻ വിട്ടയക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കുക. നിരപരാധികളെ ഉടൻ വിട്ടയക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. അല്ല, പത്രക്കാരോട് വരാൻ പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആദ്യമായി നമ്മളാണ് ജയിലിൽ വന്ന് സിസ്റ്റേഴ്സിനെ കണ്ടതെന്ന് വലിയ കോളത്തിൽ എഴുതിക്കണം നാളെ. ഞങ്ങളൊക്കെ വന്നു.
കണ്ടില്ലേ, ആരാണ് മുൻപന്തിയിൽ എന്നത് അവർക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിന്റെ പേരിൽ മനസമാധാനത്തോടെ പുറത്തിറങ്ങാനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം സന്തോഷത്തോടെ കഴിക്കാനോ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ എന്തിന് നമ്മുടെ അച്ഛന്മാർ, കന്യാസ്ത്രീകൾ തുടങ്ങി മറ്റ് ദൈവവേലകൾ ചെയ്യുന്നവർക്ക് നീതിപൂർവമായ സംരക്ഷണം ലഭിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ മതേതര രാഷ്ട്രമെന്നറിയപ്പെടുന്ന ഈ ഭാരതത്തിലെ ഭരണാധികാരികളോ നിയമവ്യവസ്ഥയോ നമുക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുന്നില്ലെങ്കിൽ ഈ മതേതര രാജ്യത്ത് നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. ആരൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും, ഭീഷണി മുഴക്കിയാലും, ആരാധനാലയങ്ങൾ ചുട്ടരിച്ചാലും നമുക്ക് പ്രാർത്ഥനാ മന്ത്രങ്ങളിലൂടെ സഹിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണല്ലോ ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ പോരാടാൻ നമ്മുടെ കയ്യിലുള്ളത് സ്നേഹം മാത്രമാണ്. അതാണ് നമ്മുടെ ആയുധം. പരസ്പരം സ്നേഹിക്കാൻ മാത്രമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കൊന്തയും ഉത്തിരിയവും ആയുധമാക്കി വിശുദ്ധ ബൈബിൾ മാറോട് ചേർത്ത് സ്വർലോകറാണിയായ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കൊന്നായി മുന്നേറാം. സ്വർഗാരോപിത അമ്മേ, വാഗ്ദാന പേടകമേ, സ്വർഗാരോപിത അമ്മേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ സൂനമായി സ്വലോകരാജ്ഞിയായി വാഴുന്ന മറിയമേ സ്വസ്തി, സ്വർഗീയ സൂനമായി സ്വലോകരാജ്ഞിയായി വാഴുന്ന മറിയമേ സ്വസ്തി.